ബോറടിക്കൂല ഇങ്ങനെ പഠിത്തം 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 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ബോറടിക്കും. കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും, എന്നിട്ട് പിന്നെ എടുത്ത് പഠിക്കാൻ തുടങ്ങും. ഇത് ഡ്രീം അല്ലേ, അപ്പൊ പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്കൊരു പ്രൗഡ് മൊമെന്റ്, ലൈക്ക് ഞാൻ എൻ്റെ കുറെ കാലത്തെ ഡ്രീം ആയിരുന്നു മെഡിസിൻ ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് നല്ല പ്രൗഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു കണ്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറേ ഇരുന്ന് പഠിക്കാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോൺ ഔട്ടായി പോകും. പക്ഷെ പിന്നെ എല്ലാവരും, ഞാൻ റെസിഡൻഷ്യലായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ എനിക്കും അതേപോലെ ഇതാക്കാൻ തോന്നും. ഞാൻ പറയും, ഇത് നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും കിട്ടും, അപ്പോൾ നീ നിൻ്റെ ഇത് നല്ലോണം ചെയ്യുക. ഇപ്പോൾ കുറഞ്ഞു വിചാരിച്ചിട്ട് നീറ്റിന് കുറയണം എന്നൊന്നുമില്ല. എണീറ്റപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലാത്തൊക്കെ പോലെ, ലൈക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിക്കണ്. അപ്പോൾ ഞാൻ ഇനി എന്താ എഴുതാന്നൊക്കെ ആയി. പക്ഷെ പിന്നെ എക്സാം ഹോളിൽ കയറാനായപ്പോൾ എവിടുന്ന എനിക്കറിയില്ല, എവിടുന്നൊന്ന് വന്ന് എന്നെ കൊണ്ട് പറ്റൂന്നുള്ളത്. ശരിക്കും അപ്പോൾ നീയാണോ ശരിക്കും പോസിറ്റീവ്, അതോ പാരൻസ് ആണോ ശരിക്കും പോസിറ്റീവ്? ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, പാരൻസ് ആണ് പോസിറ്റീവ്. നെഗറ്റീവൊക്കെ ഞാൻ എളുപ്പമൊന്നുമല്ല, ഞാനും എൻട്രൻസ് എഴുതി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവളെ പറ്റി എനിക്ക് അതായിരുന്നു പേടി. അവൾ MBBS കിട്ടിയില്ലെങ്കിൽ നഴ്സിംഗ്, ഫാമിലി കുറേ പേര് ബേസ് നഴ്സിംഗ് ഉണ്ട്. അപ്പം MBBS കിട്ടിയില്ലെങ്കിൽ നഴ്സിങ്ങിന് പോകാമെന്ന് പറയും. ഞാൻ മെഡിക്കൽ ഫീൽഡെല്ലാം ഇൻട്രസ്റ്റ്. അപ്പോൾ അവൾ ടോപ്പിൽ വന്നതിന് ശേഷം പിന്നെ അവൾ പറയും സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, MBBS മാത്രമുള്ള ഓപ്ഷൻ. എന്താ ഞാൻ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുള്ളൂ, പിന്നെ ഞാൻ റിപ്പീറ്റിന് പോകില്ല, എനിക്ക് സ്ട്രെസ്സൊന്നും താങ്ങാൻ വയ്യ, അതും പറയുള്ളൂ. എനിക്ക് നിന്നെ പറ്റിയിട്ടൊന്നും അറിയില്ല. എനിക്കറിയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെയൊക്കെ പേരറിയാം, നിങ്ങളുടെയൊക്കെ സ്കോർ അറിയാം. നിങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഇതാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ പേഴ്സണലി ഒരിക്കലും പരിചയപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതൽ അറിയാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത്. ഭയങ്കര ഫ്രഷായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ ഒരു ലോങ് ജേർണി എന്നൊക്കെ പറയുന്ന പോലെ ലൈഫിലെ ഏതോ ഒരു പോയിന്റിലാണ് ഇങ്ങനെ മെഡിസിന് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരികയും ബാക്കി കാര്യമൊക്കെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ അച്ചീവ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ ഒക്കെയാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ശരിക്കും എന്താ ഫീലിംഗ് എന്താ ഉണ്ടാവുക? എനിക്കൊരു പ്രൗഡ് മൊമെന്റ്, ലൈക്ക് ഞാൻ എൻ്റെ കുറേ കാലത്തെ ഡ്രീം ആയിരുന്നു മെഡിസിൻ ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് നല്ല പ്രൗഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു കണ്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് ഏകദേശം എൻ്റെ ഡ്രീമിൻ്റെ അടുത്ത് എത്തി എന്നുള്ളൊരു ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത്. ശരിക്കും ഞാൻ ഇങ്ങനെ ചോദിക്കണം, ഈ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ശരിക്കും എപ്പോഴാണ് തുടങ്ങിയത്, എവിടെ നിന്നാണ് തുടങ്ങിയത്, അത് എങ്ങനെയാണ് തുടങ്ങിയത്? അതിന് എനിക്ക് കറക്റ്റായിട്ടൊരു ഉത്തരമില്ല. പക്ഷെ എനിക്ക് പണ്ട് തന്നെ മെഡിസിൻ, ലൈക്ക് മെഡിക്കൽ ഫീൽഡ്, അതിനോടായിരുന്നു താല്പര്യം. പിന്നെ അനിയത്തിക്ക് ചെറുപ്പത്തിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്ന്, അപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് അങ്ങനെയാണ് ഡോക്ടർ ആവണം എന്നുള്ളൊരു ലൈക്ക് ആ ആഗ്രഹം കറക്റ്റായിട്ട് എന്താ പറയാ, ഉള്ളൊന്നും വരില്ലേ, അങ്ങനെ സ്വന്തമായിട്ട് വന്നതാണ്. പാരന്റ്സ് ബാക്കി ആൾക്കാരൊക്കെ ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ഇൻവോൾവ് ആണ്? പാരന്റ്സ് എന്നെ പ്രഷർ ചെയ്തിട്ടൊന്നുമില്ല ഡോക്ടർ ആവാന്. പക്ഷെ ആദ്യം തന്നെ മെഡിസിനോടാണ് താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ ഉപ്പയമ്മയൊക്കെ ആ ഡോക്ടർ ആയിക്കോ, അതേക്കാരം നല്ലത് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം തന്നെയാണ് മുൻഗണന. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഡോക്ടർ അത് മുന്നോട്ട് വെച്ച് ഡോക്ടർ ആവാന്നുള്ളൊരു പ്ലാനിൽ സ്വന്തമായിട്ട് മുന്നോട്ടേക്ക് വയ്ക്കുക. ഞാൻ ചോദിക്കുകയാണെ, 10ാം ക്ലാസ് വരെ പഠിച്ചതും ബാക്കി അതിൻ്റെ ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഞാൻ 2nd സ്റ്റാൻഡേർഡിലാണ് UAE പോയത്. പിന്നെ 10th വരെ അവിടെ തന്നെയായിരുന്നു, ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു. സ്കൂളിൻ്റെ പേരൊക്കെ ഹാബിറ്ററ്റ് സ്കൂൾ അൽജർഫ്, അവിടെയായിരുന്നു ഞാൻ 10th വരെ പഠിച്ചിരുന്നത്. അത് പറയുകയാണെങ്കിൽ എനിക്ക് പല ഏരിയ എന്നുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. മലയാളി ഫ്രണ്ട്സ് അല്ല, വേറെ കുറേ. അപ്പോൾ എന്താ പറയുക, ഒരു ലൈക്ക് പല ഇതിനോടും കൾച്ചറിനോട് എക്സ്പോഷർ കിട്ടി. പിന്നെ എനിക്ക് അവിടുത്തെ കൾച്ചറിനോട് ഇതിന് കൂടുതൽ, ലൈക്ക് ഇന്ത്യന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. പക്ഷേ കുറച്ചും കൂടി ഇഷ്ടം UAE നിൽക്കാനായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. ശരിക്കും UAE കുട്ടികളെ കുറെ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എപ്പോഴും അതേ ഡോണ്ട് വാണ്ട് ടു കം ബാക്ക് എന്നുള്ളൊരു ഫീലിംഗിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക്? എനിക്കറിയില്ല. ആദ്യം എനിക്ക് നാട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ തിരിച്ചു പോകണം എന്നൊക്കെ തോന്നും. കാരണം എന്താ എനിക്കറിയില്ല, എനിക്ക് അവിടെ നിന്നുകൊണ്ടായിരുന്നു തോന്നുന്നത്. എനിക്ക് അവിടുത്തെ ലൈക്ക് UAE കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ സാധനങ്ങൾ. അങ്ങനത്തെ ഒരാൾ 10th കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസണും കാര്യങ്ങളും
അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഒന്നാമത് അനിയത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് കാണിച്ചിരുന്നു. അപ്പോൾ സ്ഥിരം കാണിക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫീസിബിലിറ്റി നോക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയത്. പിന്നെ എല്ലാവരും പറഞ്ഞു കുറേ കാലമായില്ല അവിടെ, ഇങ്ങോട്ട് നിൽക്കാന്നുള്ള രൂപത്തിലേക്കായിട്ട്. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ എവിടെ വെച്ചിട്ടാണ് ഈ പ്രിപ്പറേഷൻ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് പോയിന്റിലായിരുന്നു? എനിക്ക് 10th കഴിഞ്ഞിട്ട് തന്നെ നീറ്റ് എഴുതണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എല്ലാവരും ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു നീറ്റിന് എനിക്ക് CBSE സിലബസ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ള രീതിയിലാണ് ഞാൻ CBSE പഠിച്ചത് 11th 12th. പിന്നെ ശരിക്കുള്ള നീറ്റ് പ്രിപ്പറേഷൻ ഞാൻ ഈ റിപ്പീറ്റ് ജേണിയിലേ തുടങ്ങിയിട്ടുള്ളൂ. ശരിക്കും പഠിച്ച സ്കൂള്, അതിൻ്റെ ഇൻഫ്ലുവൻസ്, സ്കൂളിൻ്റെ പേരൊക്കെ എങ്ങനെ? ഞാൻ 11th 12th പഠിച്ചത് മായുദ്ദീൻ പബ്ലിക് സ്കൂൾ മലപ്പുറം, അവിടെ നിന്ന് പഠിച്ചിരുന്നത്. സ്കൂള് നല്ലതായിരുന്നു. അവിടെ കുറച്ച് നീറ്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം അതിന് ആ റിപ്പീറ്റിംഗ് ജേർണിയിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരി, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു സ്കൂൾ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷൻ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ 11th 12th ഞാൻ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുമായിരുന്നു. ലൈക്ക് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ടെക്സ്റ്റ് ഞാൻ നല്ലോണം വായിച്ചിരുന്നു. പ്രോബ്ലംസ് അത്ര ചെയ്തിട്ടില്ല, ബട്ട് ആ ബോർഡ് ലെവൽ പ്രോബ്ലംസ് ഇല്ലേ, അതൊക്കെ ഞാൻ ആ ലാസ്റ്റൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ സോൾവ് ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കത്തെ തിയറി ഒക്കെ നല്ലോണം വായിച്ചിരുന്നു. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് 11th 12th തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലേക്കൊക്കെ പഠിക്കാനുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളൊരു സാധനം കൂടിയാണ്. ഞാൻ ചോദിക്കാം, CBSE പഠിക്കുന്ന സമയത്ത് സാധാരണ പറയാറുണ്ട് സ്റ്റേറ്റ് പഠിക്കണ പോലെയല്ല, 11th വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല, ഇമ്പോർട്ടൻസ് പഠിക്കില്ല എന്നൊക്കെ. സോ ഷിഫ ആക്ച്വലി അത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ 11th കുറച്ചൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം തന്നെ എനിക്ക് നീറ്റിനോട് ഇതായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിലാണെങ്കിലും നീറ്റ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ആയിരുന്നു ചെറുതായിട്ട് ക്ലാസ് ഒക്കെ എടുത്തിരുന്നത്. അപ്പോൾ സാറുമാരൊക്കെ പറയലുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ പറയലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 11th നോക്കിയിരുന്നു, പക്ഷെ ഞാൻ 12th അത്ര നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും കുറെയൊക്കെ അന്നേരം തന്നെ NCERT പ്രോബ്ലങ്ങളും സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടത്, ബാക്കിലുള്ള എക്സസൈസ് ഒക്കെ കുറെ ചെയ്ത് നോക്കി. ഇങ്ങനെ ചോദിക്കുകയാണെ, അന്നത്തെ ഒരു ഷിഫ ആക്ച്വലി 10th ക്ലാസ്സിൽ എവിടെയായിരുന്നു, അജ്മാലിൽ അല്ലേ, UAE അജ്മാലിൽ പഠിച്ചിരുന്ന ഷിഫ നാട്ടിലെത്തി ഒരു CBSE സ്കൂളിൽ മലപ്പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അവിടെ നിന്ന് റിപ്പീറ്റേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു ആ ഡിഫറൻസ് ഉണ്ടായിരുന്നു പഠന രീതിയിലും ബാക്കി കാര്യത്തിലൊക്കെ? ഞാൻ അധികം ലൈക്ക് ഒരു ദിവസം കുറേ സമയമൊന്നും ഇരുന്ന് പഠിക്കൂല, 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുള്ളൂ, അധികം ഒന്നും ഇരുന്ന് പഠിക്കൂല. പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് നല്ലോണം ഇരുന്ന് പഠിക്കല്. അപ്പോൾ പിന്നെ റിപ്പീറ്റിൽ ആ ഇതിലെത്തിയപ്പം ഞാൻ എന്നും സ്ഥിരമായിട്ട് ഒരു 13-14 hours ഇരുന്ന് പഠിക്കുന്ന 13-14 മണിക്കൂറോ ലാസ്റ്റൊക്കെ. ആദ്യമൊക്കെ ഒരു 12 അതിലൊക്കെ. ലൈക്ക് ഒരു 1 month കഴിഞ്ഞൊക്കെ ഉടനെ ആ 12 ഇതിലൊക്കെ ഞാൻ കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ഒരു ലാസ്റ്റൊക്കെ ലൈക്ക് ലാസ്റ്റ് ആ റിവിഷൻ തുടങ്ങിയതൊക്കെ ഞാൻ 13-14 അതിൽ അവേഴ്സൊക്കെ ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഈ 13-14 അവേഴ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഉറക്കം, ബാക്കി കാര്യങ്ങൾ, അതിനൊക്കെ സമയം ശരിക്കും കിട്ടും ആക്ച്വലി? ഉറക്കം 7 hours ഒക്കെ ഞാൻ ഉറങ്ങും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ലൈക്ക് ഫുഡ് കഴിക്കലൊക്കെ വേഗം പോയി ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റൂല? ഒരു ആവറേജ് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും, പക്ഷെ എന്നാലും എങ്ങനെയായിരുന്നു എൻ്റെ റുട്ടീൻ കീപ്പ് ചെയ്തോണ്ടിരുന്ന സാധനങ്ങളൊക്കെ? ഞാനൊരു 4:45 എണീക്കും. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 അതിൻ്റെ ഉള്ളിലായിട്ട് ക്ലാസ് കയറും, എന്നിട്ട് പഠിക്കും. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വേഗം തന്നെ ക്ലാസ് കയറും, പിന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ ആ ബ്രേക്ക് ഒരു 15 minutes ബ്രേക്ക് എടുക്കും. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കും, പിന്നെ കുടിക്കാണ്ടെങ്കിൽ ഒന്ന് വേഗം കുടിച്ചിട്ട് കയറും. പിന്നെ അങ്ങനെ ബോറടിക്കൂല ഇങ്ങനെ പഠിത്തം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ? ചെറുതായിട്ടൊക്കെ ബോറടിക്കും. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും, എന്നിട്ട് പിന്നെ എടുത്ത് പഠിക്കാൻ തുടങ്ങും. ഇത് ഡ്രീമല്ലേ, അപ്പം പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കാണ്, ഡ്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈക്ക് നിങ്ങൾ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യുക? വാട്ട് ഈസ് ഡ്രീം ഫോർ യു? അങ്ങനെ ചോദിച്ചാൽ ലൈക്ക് എനിക്ക് ഫ്യൂച്ചറിൽ ഞാൻ എന്നെ തന്നെ കാണുന്നൊരു വേർഷൻ, എൻ്റെ ഫ്യൂച്ചറിലെ വേർഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഇപ്പോൾ നമുക്കൊരു ഇതുണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പണിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് സാധനത്തിനെ കാണുന്നുണ്ടാവുക. അങ്ങനെ പറയുകയാണെങ്കിൽ
ഈ നീറ്റ് കോച്ചിങ് എന്ന് പറയുന്ന സാധനം ഒരു ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ അതിനെ നോക്കിയാണ് ലൈക്ക് ഡു യു എഗ്രി ടു ദാറ്റ് എന്നുള്ളതാണ്? ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ. സോ ലൈക്ക് വാട്ട് ആർ ദ ചേഞ്ചസ് ഈ ഒരു വർഷം കൊണ്ട് നിൻ്റെ ലൈഫിൽ നീ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഐ മീൻ മേ ബി ഇപ്പോൾ +2 12th കഴിഞ്ഞപ്പോൾ നീ തന്നെ പറയുന്ന വെർഷനിൽ 1-2 മണിക്കൂർ മാത്രം പഠിക്കുന്ന, പരീക്ഷയുടെ തലേദിവസം മാത്രം പഠിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു നീറ്റ് ടോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ വരുമ്പോൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരുന്നത്? കുറേ നേരം ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു കപ്പാബിലിറ്റി ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഞാൻ ആദ്യമൊക്കെ വല്ലാതെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാറില്ല, കുറേ തിയറി ബേസ്ഡ് ആയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതിന്ന് ഏകദേശം കുറേയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ലൈക്ക് അതിന് കുറേ ഇരിക്കാനുള്ള മെയിനായിട്ട് എനിക്ക് അതാണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും തീരെ അങ്ങനെ കുറേ ലോങ് അവേഴ്സ് ഒന്നും കണ്ടിന്യൂസ് ഇരിക്കാനുള്ള ഇതൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മടുത്തിട്ട് ഞാൻ എണീച്ചു പോകും. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ നടക്കൂല എന്നുള്ളത് കണ്ടപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ കുറേ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അവരെന്ന് വെച്ചാൽ ഇത്രയധികം ഒന്നും ഇരുന്ന് പഠിക്കാനൊന്നും എന്നെ കൊണ്ട് ആവൂല എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ പറയും, എനിക്ക് വയ്യ സാറേ, എനിക്ക് ഇങ്ങനെ ഒന്നും എടുത്ത് പഠിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനത്തെ കുട്ടികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടി ആയിരുന്നു ആക്ച്വലി? എങ്ങനെയായിരുന്നു ആ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്? എത്രത്തോളം ട്രബിൾ ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിരുന്നു? കുറച്ച് പാട് തന്നെയായിരുന്നു. കാരണം ഞാൻ +2 വരെ അങ്ങനെ ഇരുന്ന് പഠിക്കാത്ത ആളാണല്ലോ. അപ്പോൾ എന്താണ്, എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറേ ഇരുന്ന് പഠിക്കാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോൺ ഔട്ടായി പോകും. പക്ഷെ പിന്നെ എന്താണ്, എല്ലാവരും, ഞാൻ റെസിഡൻഷ്യലായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ എനിക്കും അതേപോലെ ഇതാക്കാൻ തോന്നും. പിന്നെ മാർക്കൊക്കെ കുറയുമ്പോൾ ആ ഒരു ഇരുന്ന് പഠിക്കണം എന്നുള്ള ഒരു ഇത് കൂടി വരും. ഈ മാർക്ക് കുറയണതിനെ പറ്റി പറയുമ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും പറയാറുള്ള സാധനമാണ് മാർക്ക് ഇങ്ങനെ കൂടിയല്ല പോവുക, കുറഞ്ഞും കൂടിയൊക്കെ ഇങ്ങനെ പോവുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ. ഷിഫയ്ക്ക് എങ്ങനെയായിരുന്നു ഈ മാർക്കിൻ്റെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ എനിക്ക് മാർക്കിൽ വലിയ എന്താ പറയുക, അങ്ങനെ വേരിയേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ നല്ലൊരു മാർക്ക് കിട്ടി പോവായിരുന്നു. പിന്നെ ഒരു മിഡിലൊക്കെ എത്തിയപ്പോൾ നല്ലോണം കുറയും, ചില നേരത്ത് നല്ലോണം കൂടും, ചില നേരത്ത് കുറച്ച് കുറയും, അങ്ങനെയൊക്കെ നല്ല ഫ്ലക്ച്വേഷൻസ് വന്നിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. മാർക്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ പറ്റ ഡൗൺ ആവും. പിന്നെ വീട്ടിൽ വിളിക്കും, കരയും, അതൊക്കെ ആവും. അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള സപ്പോർട്ട് എൻ്റെ പാരൻസ് തന്നെയായിരുന്നു. വീട്ടിൽ വിളിക്കുമ്പോൾ പാരൻസ് പറയും, എന്താണ് കുഴപ്പമില്ല, അത് സാറൊക്കെ പറയലുള്ളതല്ലേ, ഇടയ്ക്കിടയ്ക്ക് കുറയുന്ന അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ കയറ്റി വിടും. ഇപ്പം ഞാനിങ്ങനെ നോക്കുകയാണ്, ഒരു ദിവസം ഏതെങ്കിലും ഒരു പരീക്ഷയിൽ മാർക്ക് ഇങ്ങനെ കുറഞ്ഞിട്ടേ ഡൗൺ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷിഫ് ഉണ്ടെന്ന് വിചാരിക്കുക, റിവൈൻഡ് അടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ആ ഷിഫിനോട് എന്താ പറഞ്ഞു കൊടുക്കുക? ആക്ച്വലി ഈ തന്നെ ഇപ്പം തിരിച്ചിങ്ങനെ പോയി നോക്കും, ടൈം ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറയും, ഇത് നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും കിട്ടും, അപ്പോൾ നീ നിൻ്റെ ഇത് നല്ലോണം ചെയ്യുക. ഇപ്പോൾ കുറഞ്ഞു വിചാരിച്ചിട്ട് നീറ്റിന് കുറയണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താണ്, അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്ത മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് എന്താണ് പറ്റുന്ന പോലെ ലൈക്ക് ഇപ്പം കഴിഞ്ഞ എക്സാമിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തിയിട്ട് അടുത്ത എക്സാമിന് അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പറയുമ്പോൾ നല്ല എളുപ്പമല്ലേ? പക്ഷെ അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇപ്പം ഇതിലൂടെ കടന്നു പോകുന്ന കുട്ടികളോട് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഇത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടുവിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഡിപ്പൊക്കെ വരും, ഡിപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ അറിയാം. പക്ഷെ അത് ആ ഒരു ഏരിയ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഇമോഷണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ശരിക്കും. അപ്പോൾ ആ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ വിളിക്കും, വീട്ടുകാരോട് സംസാരിക്കും, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? വേറെ സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് ഒക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കോർഡിനേറ്ററിനോട് പറയും, മെൻറ്റേഴ്സിനോടൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ കുറേ എന്താണ് അതിൻ്റെ ഉള്ള എന്താ പറയുക സൊല്യൂഷൻസൊക്കെ കുറേ പറഞ്ഞുതരും. ഇപ്പം മെൻറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ എനിക്ക് സില്ലി മിസ്റ്റേക്ക് കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ഫിസിക്സ് പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഓല അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് എനിക്ക് പറഞ്ഞുതരും. പിന്നെ എന്താണ്, ഞാൻ ഇന്നെ തന്നെ ഇങ്ങനെ ഒരു ലൈക്ക് എനിക്ക് എന്തായാലും കിട്ടും നമ്മളായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ചോദിക്കണേ, നിങ്ങളൊരു നീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്നുള്ള രൂപത്തിൽ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഹാബിറ്റ്സ് പറയാൻ വേണ്ടി പറ്റും? അന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള രൂപത്തിൽ. ലൈക്ക് ഒരു റുട്ടീൻ കീപ്പ് ചെയ്യാം. എനിക്ക് ആദ്യം അങ്ങനെ റുട്ടീനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നിയ സമയത്ത് ഇരുന്ന് പഠിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ റിപ്പീറ്റിംഗ് ജേർണിയിലായിരുന്നു ഞാൻ കറക്റ്റ് ഇങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോലെ.
മറ്റേത് എനിക്ക് അങ്ങനെ ഷെഡ്യൂളൊന്നും ഇല്ലായിരുന്നു. എനിക്കപ്പോൾ എന്താ ചെയ്യാൻ തോന്നുന്നത് അങ്ങനെയാണ് ചെയ്തു പോകലായിരുന്നു. ഇപ്പോൾ ഒരു പ്ലാൻ കീപ്പ് ചെയ്തിട്ട് പഠിക്കുക, അതൊക്കെ ഞാൻ ഈ റിപ്പീറ്റിംഗ് ജേർണിയിൽ കൊണ്ടുവന്ന സാധനങ്ങളുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? 2 കാര്യം പറഞ്ഞോ, ഒന്ന് റുട്ടീൻ കീപ്പ് ചെയ്തു, 2 കാര്യങ്ങൾ ഷെഡ്യൂൾഡാക്കാൻ നോക്കി, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചോദിക്കുകയാണെ, എന്താണ് ഈ റുട്ടീൻ്റെ ഇമ്പോർട്ടൻസ് ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്നുള്ള രൂപത്തിൽ? ഫോർ എ ഫ്യൂച്ചർ നീറ്റ് ആസ്പിരൻ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ റുട്ടീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് പറയുകയാണെങ്കിൽ മീൻസ് സപ്പോസ് ഒരു റുട്ടീനുള്ള ഒരു പീരീഡും റുട്ടീൻ പൊട്ടുന്ന ഒരു പീരീഡും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ ഒരു നോർമൽ ഒരു റിത്തം പൊട്ടിപ്പോകുന്ന ഒരു പീരീഡൊക്കെ. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമുക്ക് ആകെ ഒരു എന്താ ചെയ്യേണ്ടത് അറിയില്ല, ആകെപ്പാടെ നമ്മളാകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുണ്ടാവും, പക്ഷേ പഠിക്കാനും പറ്റൂല. അങ്ങനെ ആകെ ഒരു ഇതായിട്ട് നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും, ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു റുട്ടീൻ കീപ്പ് ചെയ്താൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെയാണ് പോയിക്കോളും. സ്വന്തമായിട്ട് ഈ പഠനം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്ത് കീപ്പ് ചെയ്തിരുന്നത്? എങ്ങനെയായിരുന്നു ഒരു ഡെയിലി പ്ലാനിങ് നടക്കുക? പ്ലാനിങ് ഇപ്പം വീക്ക്ലി 2 എക്സാം ആണല്ലോ. അപ്പം അതിനനുസരിച്ച് ഇപ്പം ക്ലാസ്സൊക്കെ മുൻകൂട്ടി അവർ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ളായിട്ട് ക്ലാസ് കണ്ടിന്യൂസ് കേൾക്കാതെ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ സെഷൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ. സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കുമായിരുന്നോ അതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലാൻ കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുമായിരുന്നു? എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്ലാന് അത് റിവിഷൻ്റെ സമയത്ത് ഞാൻ ടോപ്പിൻ്റെ പ്ലാൻ അതേപോലെ കീപ്പ് ചെയ്തൊക്കെയായിരുന്നു. അതിൻ്റെ മുന്നൊക്കെ ലൈക്ക് ആ ക്ലാസ് കേൾക്കാനുള്ള ആ ഷെഡ്യൂളൊക്കെ അതേപോലെ ഇതാക്കും. അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചില നേരത്തെ ഞാൻ എൻ്റെ മിസ് ചെയ്ത ടോപ്പിക്കൊക്കെ അതിൻ്റെ ഇടയിൽ കയറ്റാറുണ്ട്. സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിസ് ചെയ്ത ടോപ്പിക്കുകളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചോദിക്കുകയാണെ, ടോക്കിംഗ് അബൌട്ട് കോൺഫിഡൻസ്, എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു നീറ്റ് എഴുതാൻ പോയപ്പോൾ മെയ് 3-ന്? ഞാൻ എന്താ പറയുക, ആദ്യം ഞാൻ കുറേയൊക്കെ ഒരു സ്യൂഡോ കോൺഫിഡൻസ്, എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആദ്യം. പിന്നെ ഞാൻ ആ ഒരു ലാസ്റ്റ് വീക്കിലൊരു സ്യൂഡോ കോൺഫിഡൻസ്, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇതുവരെ പഠിച്ചതല്ലേ ഒക്കെ വിചാരിച്ച് ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അന്ന് രാവിലെ ആയപ്പോഴത്തേന് അതും പോയി. ഫുള്ള് ലൈക്ക് എന്തോ എണീറ്റപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലാത്തൊക്കെ പോലെ ലൈക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിക്കണ്. അപ്പം ഞാൻ ഇനി എന്താ എഴുതാന്നൊക്കെ ആയി. പക്ഷെ പിന്നെ എക്സാം ഹാളിൽ കയറാനായപ്പോൾ എവിടുന്ന എനിക്കറിയില്ല, എവിടുന്നൊന്ന് വന്ന് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരിത്. അങ്ങനെ എക്സാം എഴുതി തീർത്തിട്ടുണ്ടായിരുന്നു. അന്ന് മെയ് 3-ന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അങ്ങനെ ആദ്യത്തെ നീറ്റ് എക്സാം എഴുതി 665 ആയിരുന്നു ആദ്യത്തെ സ്കോർ ഉണ്ടായിരുന്നത്. വാട്ട് വാസ് ദാറ്റ് ഫീലിംഗ്? എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു? ആദ്യം ആ മെയ് 3-ത്തെ എക്സാമിന് കുറേ സില്ലി മിസ്റ്റേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം പോയതൊന്നും അറിയാത്തതുകൊണ്ടല്ല, സില്ലി മിസ്റ്റേക്ക് ആണെന്നുള്ള. 665 പിന്നെ കട്ട് ഓഫിൻ്റെ ആ ഒരു ഏകദേശമൊക്കെ ഇത് വന്നപ്പം ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതി പോയിരുന്നു. വീട്ടിലെയും ബാക്കി ആൾക്കാരുടെയൊക്കെ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഹാപ്പി ആയിരുന്നു. ഓലൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു പോയിന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ഈ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ ഒരു 10 ദിവസം പോകുമ്പോഴാണ് 12-ാം തീയതി ആയപ്പോഴത്തേക്ക്, എനിക്ക് ഒന്ന് 12-ാം തീയതി ഉച്ചയ്ക്കൊക്കെ ആയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ന്യൂസൊക്കെ വന്നത്. എങ്ങനെയാ ഇങ്ങനെ ഒരു സംഭവമൊക്കെ അറിഞ്ഞത് നീറ്റ് ക്യാൻസലായി എന്നൊക്കെ? ഉമ്മ ഇല്ലായിരുന്നു, ഉമ്മ ഹജ്ജിന് പോയിക്കായിരുന്നു. അപ്പോൾ ഉമ്മ പെട്ടെന്ന് വിളിച്ചാണ്ടാ പറയണത്, നീ മീറ്റിംഗ് നോക്കുക, അതിൽ നീറ്റ് ക്യാൻസൽ ചെയ്തിരിക്കണമെന്ന് പറയണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോണ്ട് നീറ്റ് ക്യാൻസൽ ചെയ്തു, റീനീറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ ലൈക്ക് ഞാൻ ആകെ ഡൗൺ ആയി. ഞാൻ ഉമ്മക്ക് വിളിച്ച് കരച്ചിലൊക്കെ ആയി. പിന്നെ ഉമ്മ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്, ഉമ്മ ഇപ്പൊക്കെ പറഞ്ഞ് എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും റീനീറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ഡ്രീം കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ നീറ്റിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് മാർക്ക് കുറവല്ലേ, അപ്പം അത് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു ഉണ്ടായിന്. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രീം അതല്ലായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ചാൻസും കൂടി എനിക്ക് കണ്ടാൽ മതി, എന്നിട്ട് ഒന്നും കൂടി പഠിച്ചോ, കുഴപ്പമില്ല പറഞ്ഞു. ശരിക്കും അപ്പോൾ നീയാണോ ശരിക്കും പോസിറ്റീവ് അതോ പാരൻസ് ആണോ ശരിക്കും പോസിറ്റീവ്? ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. പാരൻസ് ആണ് പോസിറ്റീവ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എങ്ങനെ പ്രിപ്പറേഷനൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു? ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസ് അത് ഭയങ്കര ട്രബിൾസം ആയിരുന്നു പിന്നെയുള്ള 1.5 മാസം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹൗ വാസ് ദാറ്റ് 1.5 മാസത്തെ ജേണി? 1.5 മാസം ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചത് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഇത് ഫുള്ള് പോയി എനിക്ക് ഫുള്ള് മറന്ന് ഇതൊന്നും എനിക്ക് ഓർമ്മയും കൂടി ഇല്ല, അങ്ങനെ ഒരു ഫീലായിരുന്നു. പിന്നെ അങ്ങനെ എക്സാമൊക്കെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി റീകോൾ ചെയ്ത് വന്ന് പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി തിയറിയിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ
അങ്ങനെ എക്സാമൊക്കെ എഴുതി ഇതാക്കിയപ്പോൾ വന്നപ്പം കുഴപ്പമില്ലാതെ അങ്ങനെ കുഴപ്പമില്ലാതെ എങ്ങനെ വന്നു? ഈ കോൺഫിഡൻസ് തിരിച്ച് കിട്ടിയോ ഏതെങ്കിലും ഒരു പോയിന്റിൽ? ആ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോൾ കോൺഫിഡൻസ് പിന്നെ വരാൻ തുടങ്ങി. ഇപ്പോൾ കമ്പയറിങ് ആ മെയ് 3 നീറ്റ് റീനീറ്റ് 2 നീറ്റ് എക്സാം ഉണ്ടായിരുന്നു, ഏതിനാണ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? റീനീറ്റിനായിരിക്കും. കാരണം മെയ് 3 എനിക്ക് കുറേ ടോപ്പിക്സ് അറിയാത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ആ റീനീറ്റിൻ്റെ സമയത്ത് ഞാൻ പിന്നെ ലേൺ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു കോൺഫിഡൻസ് തോന്നി റീനീറ്റിൻ്റെ സമയത്ത്. കോൺഫിഡൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ഇപ്പോഴത്തെ സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നത്? ഇപ്പോഴത്തെ സ്കോറ് കുഴപ്പമില്ല. എനിക്ക് എന്താണ് നീറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐ മീൻ സ്കോറ് ലോ ആണ്, നീറ്റിനെക്കാട്ടിയും കുറവാണ്. ഇപ്പോഴത്തെ സ്കോർ എത്ര? 648. ഇപ്പോൾ 648 ആണ് സ്കോർ വരുന്നത്. സ്കോർ കുറവാണ്, പക്ഷേ എന്തായാലും അന്നത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റാങ്ക് ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എത്ര റാങ്ക് ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്? ആക്ച്വലി ഒരു 100 സംതിങ് ഉണ്ടാവുന്നുള്ളൂ. ഹൗ പ്രൗഡ് യു ആർ? വെരി പ്രൗഡ്. ആ ഒരു സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ജിപ്മർ, എയിംസ് ഏതെടുക്കുക? കോഴിക്കോട് മെഡിക്കൽ. വൈ നോട്ട് ജിപ്മർ, വൈ നോട്ട് എയിംസ്? ആക്ച്വലി ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നാഷണൽ ലെവൽ ക്യാമ്പസുകളാണ്. എനിക്ക് ഭയങ്കര വീട്ടിലേക്ക് പോകണം എന്നുള്ള താല്പര്യമുള്ള ആളാണ്. വീട്ടിലേക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. അപ്പോൾ കോഴിക്കോടാകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാന്നുള്ളതിൽ അതാണ് മെയിൻ കാരണം കോഴിക്കോട് എടുക്കാനുള്ള. പിന്നെ നാട് മറ്റേതൊക്കെ വെച്ചാൽ കുറച്ച് വിട്ടല്ലേ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും. ഐ മീൻ എന്താ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ കോഴിക്കോടാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി നമ്മൾ ഒരു എന്താ പറയുക കേരള ആയതുകൊണ്ട് കുറച്ചും കൂടി സുഖമായിരിക്കും എന്നുള്ള രീതിയിൽ ഇതിൽ നിൽക്കുകയാണ്. ആൻഡ് എന്തായാലും ഇപ്പോൾ റിസൾട്ട് അലോട്ട്മെൻറ്റ് സാധനങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മാർക്ക് നല്ല സ്കോറിലേക്കൊക്കെ എത്തട്ടെ എന്നുള്ളതാണ്. ഫൈനൽ മാർക്ക് വരാനുണ്ട്. അപ്പോഴത്തേക്ക് മാർക്കിൽ മേ ബി ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് സാധനങ്ങളും ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ അടിപൊളിയായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് എത്തട്ടെ, അടിപൊളിയായിട്ട് ചില്ലായി വരട്ടെ എന്നുള്ളൊരു വിചാരിക്കാം. ഡോപ്പയിൽ ജോയിൻ ചെയ്ത സമയത്തെ ആക്ച്വലി നിങ്ങളുടെ ഹാബിറ്റ്സിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ട്രഗിൾ എന്തായിരുന്നു ആക്ച്വലി? ആ റുട്ടീനിൽ വരിക എന്നുള്ളത്. ഞാൻ ആദ്യം തീരെ റുട്ടീൻ അല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ചില നേരത്തെ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ 5 മണിക്ക് എണീക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് എണീക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ എന്താണ് ആ വിഷമത്തിൽ എൻ്റെ അന്നത്തെ റുട്ടീൻ ഫുള്ള് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിങ്ങനെ ഓരോന്ന് കോപ്പപ്പ് ചെയ്ത് തരാൻ എനിക്ക് നല്ല പാടായിരുന്നു. ആ റുട്ടീൻ കീപ്പ് ചെയ്യാനായിരുന്നു. ഈ രാവിലെ എണീക്കാൻ ശീലമില്ലാത്ത ഒരാൾ രാവിലെ 4:45 സ്ഥിരമായിട്ട് ഒരേപോലെ എണീറ്റ് വരിക എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക് എത്തിച്ചെടുത്തില്ലേ? സോ ഹൗ വാസ് ദാറ്റ് പ്രോസസ്? അതെങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്? ആദ്യമൊക്കെ ലേറ്റ് ആവും, എണീക്കാൻ ലേറ്റ് ആവും, അലാറം വെച്ച് ഓഫ് ആക്കിയിട്ട് കിടക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താണ് ഞാൻ എനിക്കിത് എന്താണ് എന്തായാലും എണീക്കണം എന്നുള്ള ഒരു ഇതിൽ എന്താ പറയുക ആ ഒരു അലാറം അടിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എക്സാം ഉണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നീറ്റ് എനിക്ക് പഠിക്കാൻ. എത്ര സമയം എടുത്തു ഈ ഒരു റുട്ടീൻ എന്ന് പറയുന്ന ചലഞ്ചിനെ ട്രാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്? ഒരു 2-3 months ഒക്കെ 2-3 months സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഈ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഒരാഴ്ച കൊണ്ട് ശരിയായില്ല, 2 ആഴ്ച കൊണ്ട് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക? അത് ആദ്യം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇതെന്താ ഒരാഴ്ച കൊണ്ട് ഐ മീൻ ഇത്രയായിട്ടും ശരിയാവാത്തെന്ന്. പക്ഷെ അത് മനസ്സെടുക്കും, അതതിൻ്റെ റിയാലിറ്റി ആണ്. മനസ്സെടുക്കും, എന്നിട്ട് മാത്രമേ അതിൻ്റെ റിയാലിറ്റി സാധനങ്ങൾ ഉണ്ടാവുക എന്നുള്ള രൂപത്തിലേക്ക്. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണെ, ഒരു നീറ്റ് ക്രാക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു സ്റ്റുഡൻറ്റ് എന്നുള്ള രൂപത്തിൽ ഷിഫ എപ്പോഴെങ്കിലുമൊക്കെ ബാക്കി ആൾക്കാർക്ക് നീറ്റ് റെക്കമെൻഡ് ചെയ്യുമോ? അതായത് നീറ്റ് ഇത്ര സ്ട്രഗിളാണ്, കഷ്ടപ്പാടാണ്, ഭയങ്കര ഹാർഡ് വർക്കാണ്. ഡ്രീം ഐ മീൻ ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും, നീറ്റ് റെക്കമെൻഡ് ചെയ്യും. സപ്പോസ് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ഹാർഡ് വർക്ക് എന്തായാലും നീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഹാർഡ് വർക്ക് ചെയ്തത് വേറെ ഏത് ഫീൽഡിലാണെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടാവും. അപ്പം ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. അപ്പം എന്തായാലും ട്രൈ ചെയ്യാൻ തന്നെ പറഞ്ഞു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ ആയിരിക്കും പറയുന്നത്. പാരൻസ് തന്നെയായിരുന്നു എൻ്റെ മെയിനായിട്ട് എൻ്റെ സപ്പോർട്ട്. പാരൻസ് തന്നെയായിരുന്നു. അവരില്ലാതെ ഒന്നും എനിക്ക് ഒരിക്കലും എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഉപ്പയും ഉമ്മ എന്നും ലൈക്ക് ആഴ്ചയിൽ 2 തവണ വിളിക്കും. പിന്നെ എന്താണ് കാണാൻ വരുമ്പോൾ ഉപ്പയും വിളിച്ച് സപ്പോർട്ട് ചെയ്യും. ഉപ്പ അറിയാം എനിക്ക് എന്തായാലും കിട്ടും. ഭയങ്കര സന്തോഷം, നല്ല സന്തോഷമുണ്ട്. പിന്നെ ഒരു ആ ഡ്രീം എത്തിയതിൽ ഹാപ്പിയാണ്. പേഴ്സണലി അവൾ വീട്ടിൽ നിന്ന് ഹോം സിക്നെസ് ചെയ്ത ഭയങ്കര 2-3 മാസം ഭയങ്കര വീട്ടിൽ വിളിച്ചിട്ട് കരച്ചില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല. പഠിക്കാനൊക്കെ കുഴപ്പമില്ല,
പിന്നെ എക്സാമിലൊക്കെ മാർക്കുണ്ട്, പക്ഷെ അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയും. അപ്പോൾ എന്നിട്ട് അവൾ തന്നെ പറയും പിന്നെ ഇവിടെ റെസിഡൻഷ്യലിൽ നിന്നാൽ പിന്നെ ഇതിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അല്ലേ ഞാൻ പറയുന്ന ഡേ സ്കോളർ ആയിക്കോന്ന്, കോട്ടക്കൽ അടുത്ത് തന്നെയല്ലേ ഇപ്പോൾ അവിടെ ബാച്ച് ഉണ്ടല്ലോ. അപ്പോൾ എന്നാൽ ഡേ സ്കോളർ അത് പറ്റില്ല, ഡേ സ്കോളർ ആയാൽ പിന്നെ ഇതിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പറയും. അപ്പോൾ ഞാൻ സാറില്ല സാറ് പിന്നെ മോർണിംഗ് മീറ്റിൽ ഇങ്ങനെ സാറ് അത് പറയുന്നതല്ലേ, പിന്നെ ആ ഒരു ഇതിലെ വന്ന് കിട്ടാൻ പണിയാവും എന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കും. അവൾ തന്നെ പറയും വീട്ടിൽ വരൂല, ഇവിടുന്ന് വിട്ടാൽ പിന്നെ അത് ആ ഡ്രീം അച്ചീവ് ചെയ്യൂല എന്നുള്ളത് അവൾക്കറിയാം. പക്ഷേ ആ ഒരു ഡിറ്റാച്ച് ചെയ്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. പിന്നെ സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് ഞാനും കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അവളെ മോട്ടിവേഷൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവളോട് പറഞ്ഞു കൊടുക്കും, എല്ലാവരും ഈ അവസ്ഥയിൽ കൂടെ സാറ് പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഈ അവസ്ഥയിൽ കൂടെ തന്നെ കാര്യം കടന്നു പോകുന്നത്, അപ്പോൾ നീ മാത്രമല്ല അത് ശരിയായിക്കോളൂ എന്ന് പറയും. ഇപ്പം വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ ആഴ്ചക്ക് ഹോസ്റ്റലിൽ പോയി കാണും. അപ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കും. KG1 സത്യം പറഞ്ഞാൽ KG1 കൂടുതൽ പ്രശ്നം അവൾക്ക്. KG2 ആയപ്പോൾ പിന്നെ എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ഫ്ലോയിൽ അവൾ അങ്ങനെയാണ് പോയി. ജനുവരിയിലാണ് തോന്നുന്നു KG2 മാറ്റിയത്. KG1 എന്നും എല്ലാ ആഴ്ചയും വിളിച്ച് ഇത് പറഞ്ഞിട്ട് കരച്ചില്ല. ഒന്ന് വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാല്ല, അത് വീട്ടിൽ നിന്ന് വേർപ്പെട്ട ആ ടെൻഷന്. പിന്നെ ഇടയ്ക്ക് മാർക്ക് ഡൗൺ ആയാൽ എനിക്ക് കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് കരയും. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടൂല എന്നൊന്നും നീ നോക്കണ്ട, കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ നല്ല അത് ചിലപ്പം അതായിരിക്കും നല്ലത്, കിട്ടാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും, നല്ലതിനായിരിക്കും, നീ നിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തോ മാത്രം പറഞ്ഞു കൊടുക്കും. നമുക്കൊന്നും തന്നെ അവൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമ്മളും നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കേൾക്കുമ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് വരും, ശരിയാവും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള വിഷമം തോന്നും. പിന്നെ എന്നാലും അവളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഇതല്ലല്ലോ. അപ്പോൾ എന്ന് പറയും അവിടെ നിൽക്ക്. അതല്ല എനിക്ക് എൻ്റെ കസിൻ്റെ മക്കളൊക്കെ ഇത് കോച്ചിങ് സെൻറ്ററിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതേപോലെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സ്ട്രഗിളാണ്, ടെൻഷനാണ് എന്ന് പറഞ്ഞു. 1-2 പേര് ഹോസ്റ്റലിൽ നിന്നവരൊക്കെ വീട്ടിൽ തന്നെ മടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്റ്റലിൽ തന്നെ നിന്നാൽ മതിയിരുന്നാൽ കുറച്ചും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. നീറ്റ് ക്രാക്ക് ചെയ്യാൻ എളുപ്പമൊന്നുമില്ല. ഞാനും എൻട്രൻസ് എഴുതി നോക്കിയിട്ടുണ്ട്. 2004 മെഡിക്കൽ എൻട്രൻസ് എഴുതി നോക്കിയതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന സംഭവം അല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡിഗ്രി എടുത്ത് അങ്ങനെ പോയി. അപ്പോൾ ഇവളെ ഏകദേശം എൻ്റെ അതേ താല്പര്യമാണ് അവൾക്കും. ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിയൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ പിന്മാറിയതാണ്. അപ്പോൾ അവളെ പറ്റിയും എനിക്ക് അതായിരുന്നു പേടി. അവൾ കുറച്ച് പിന്നെ പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഫിസിക്സ് പിന്നെ ഇരുന്ന് പഠിക്കും ചെറുപ്പം മുതലേ. അവൾ പറഞ്ഞ പോലെ എക്സാം ആകുമ്പോൾ മാത്രമേ പേടി. അപ്പോൾ ഇരുന്ന് പഠിക്കും, പക്ഷേ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. പിന്നെ തൊപ്പിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ശരിയായത്. തൊപ്പിൽ വന്നതിന് ശേഷം ഞാൻ +2 പഠിച്ച് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. +2ൻ്റെ കൂടെ അല്ല, +2ൻ്റെ കൂടെ എഴുതിയിട്ടില്ല. കാരണം നമ്മളെ വീട്ടിലൊന്നും അന്ന് അങ്ങനെ എഡ്യൂക്കേഷനിൽ അത്ര സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. +2 വരെയൊക്കെ മാക്സിമം പോവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഉപ്പ സപ്പോർട്ടായിരുന്നു. അപ്പോൾ എൻ്റെ എൻട്രൻസ് എഴുതി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എഴുതി നോക്കിയത്. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. അപ്പോൾ ശരിക്കും BSc സുവോളജിയോ ബോട്ടണിയോ എടുക്കണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ഒന്നും കൊടുത്തില്ല. 2 ഗവൺമെൻറ് കോളേജിലാണ് കൊടുത്തത്. അപ്പോൾ അവിടുന്ന് കിട്ടിയതുമില്ല. അപ്പോൾ പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടി. അപ്പോൾ അതിന് കയറി. അത് എനിക്ക് തോന്നി അത് എൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ്, നീ നേടിയെടുത്തല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പാരൻസിന് ഭയങ്കര സന്തോഷം, ഉപ്പാക്കും. മെഡിക്കൽ എൻട്രൻസിന് പോയതൊക്കെ അറിയുന്നു ചെറുതായിട്ട്. പക്ഷെ ഞാൻ ഉമ്മാക്ക് അത്ര ഇതിൽ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മാക്ക് അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടാവില്ല. ഉമ്മാക്ക് സുവോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ മെഡിസിൻ അത്ര താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അവൾ MBBS കിട്ടിയില്ലെങ്കിൽ നഴ്സിംഗ്, ഫാമിലി കുറേ പേര് BSc നഴ്സിംഗ് ഉണ്ട്. അപ്പോൾ MBBS കിട്ടിയില്ലെങ്കിൽ നഴ്സിങ്ങിന് പോകാമെന്ന് പറയും. ഞാൻ മെഡിക്കൽ ഫീൽഡല്ലോ ഇൻട്രസ്റ്റ്. അപ്പോൾ അവൾ തൊപ്പിൽ വന്നതിന് ശേഷം പിന്നെ അവൾ പറയും സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, MBBS മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. എന്നാലും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുള്ളൂ, പിന്നെ ഞാൻ റിപ്പീറ്റിന് പോകില്ല, എനിക്ക് സ്ട്രെസ്സൊന്നും താങ്ങാൻ വയ്യ, അതും പറയുള്ളൂ. സത്യം പറഞ്ഞാൽ ഡോപ്പിൽ വരുന്നതിന് മുന്നേ നീറ്റ് കിട്ടുമോ ഭയങ്കര ഡൗട്ടായിരുന്നു. ഡോപ്പിൽ വന്ന് സാറിൻ്റെ ഇതും പിന്നെ അവളെ മാർക്കൊക്കെ കണ്ടപ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വന്നത്.
പിന്നെ ഡൗൺ ആകുമ്പോൾ സാറ് ഇടയ്ക്ക് പറയലുണ്ട് നല്ല ഡൗൺ ആവും അപ്പാവും അങ്ങനെ. പിന്നെ നിയാസറിൻ്റെ ഒരു മീറ്റിങ്ങിൽ സാറ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ മാർക്കൊന്നും നോക്കണം, നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തു. അപ്പോൾ ഞാൻ ഇന്നോളോട് അത് പറയല്ലേ, മാക്സിമം എഫേർട്ട് എടുക്കുക, മാർക്കൊന്നും നോക്കണ്ട, നീ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കും.